നമസ്കാരം. ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെതിരെ കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാനുള്ള CPMന്റെ തീരുമാനം മോശമായില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 9,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വലിയ വിജയം സ്വന്തമാക്കിയ മണ്ഡലത്തിലാണ് CPM മുന്നേറ്റം. ആലത്തൂരിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ല. പക്ഷേ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. ലക്ഷക്കണക്കിന് വോട്ട് ഇനി എണ്ണാനുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര, ആലത്തൂർ, നെന്മാറ, ചിറ്റൂർ, തരൂർ എന്നിവയാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നിയമസഭാ മണ്ഡലങ്ങൾ. 2008-ൽ രൂപീകൃതമായ മണ്ഡലത്തിൽ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് ഉണ്ടായത്. 2009-ലും 2014-ലും CPMനെ പിന്തുണച്ച ആലത്തൂർ 2019-ൽ CPMനെ കൈവിടുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ആലത്തൂർ 2019-ൽ UDFിലേക്ക് മറിഞ്ഞു. ഹാട്രിക് തേടിയിറങ്ങിയ LDFിലെ PK ബിജുവിനെതിരെ UDFിന്റെ രമ്യ ഹരിദാസ് 1,58,968 വോട്ടുകളുടെ വൻ വിജയമായിരുന്നു സ്വന്തമാക്കിയത്. മണ്ഡല രൂപീകരണം തൊട്ട് സിറ്റിംഗ് MPയായ സാക്ഷാൽ PK ബിജുവിന് ഞെട്ടിപ്പിക്കുന്ന തോൽവി സമ്മാനിച്ച രമ്യ ഹരിദാസ് എന്ന യുവരക്തത്തെ തന്നെയായിരുന്നു രാധാകൃഷ്ണന് ഇവിടെ നേരിടേണ്ടി വന്നിരുന്നത്. 2019-ൽ CPMനെ അമ്പരപ്പിച്ച തോൽവികളിലൊന്നായിരുന്നു ആലത്തൂരിലേത്. അതിനാൽ തന്നെ ഇത്തവണ ഇവിടെ എന്ത് വില കൊടുത്തും മണ്ഡലം തിരികെ പിടിച്ചേ മതിയാകൂ എന്ന വാശിയാണ് CPMന്. NDAയ്ക്കായി TN സരസുവാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തി എന്നതാണ് സരസുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ ആകർഷണം. 80.34% പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. 2019-ൽ മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടന്നത്.